എന്ത് നിയമം ഇത്? എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറെ വാകത്താനത്ത് അതേ കറുപ്പിട്ടെന്ന് പറഞ്ഞ് ജയിലിലാക്കി. നമസ്കാരം. നവകേരള സദസ്സിന് പ്രതിഷേധിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് നാളെ 24-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഇതിനോടകം തന്നെ നിരവധി കരിങ്കൊടി പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചാടി വീണിട്ടുണ്ടായിരുന്നു. അവരെയെല്ലാം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ഡിവൈഎഫ്ഐക്കാരും CPM-കാരും കൃത്യമായ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി തല്ലി ചതയ്ക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാതെ തന്നെ ചാണ്ടി ഉമ്മൻ MLA, പുതുപ്പള്ളിയുടെ സ്വന്തം MLA ആയ ചാണ്ടി ഉമ്മൻ പ്രതിഷേധവുമായി രംഗത്തിരിക്കുന്നു. തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിന് മുൻവശത്ത് ഒരു കസേരയിട്ട് കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും ധരിച്ച് ചാണ്ടി ഉമ്മൻ പ്രതിഷേധ സൂചകമായി അവിടെ ഇരിക്കുന്നു. മാധ്യമങ്ങൾ ചാണ്ടി ഉമ്മനെ കാണുവാൻ ചെന്നപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അങ്ങനെയാണ്: ഇന്ന് ഞങ്ങളുടെ നേതാക്കളുടെ നേരെ കണ്ണീർ വാതകം വരെ പ്രയോഗിച്ച് പോലീസ് ഈ പ്രതിഷേധ സമരത്തെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നു. നാളുകളായി യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് കൃത്യമായി തന്നെ ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും ഉപയോഗിച്ച് അടിച്ചമർത്തുന്നു. ഇതിനെതിരെ ഞാനും കൃത്യമായി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു MLA-യുടെ പരിമിതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ കരിങ്കൊടി പ്രതിഷേധത്തിന് ഇറങ്ങണ്ട എന്ന് ധരിച്ചിരുന്നു. എന്നാൽ എന്നെ ഇവർ നിർബന്ധിതനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് പുതുപ്പള്ളി ഹൗസിന്റെ മുന്നിൽ ചാണ്ടി ഉമ്മൻ കറുത്ത വസ്ത്രത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത്. തൊട്ടപ്പുറത്തായി ഡിവൈഎഫ് പ്രവർത്തകരും ചാണ്ടി ഉമ്മനെ ലക്ഷ്യമാക്കി തന്നെ നിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഉണ്ടായാൽ താങ്കൾ എന്ത് ചെയ്യും എന്ന് ചാണ്ടി ഉമ്മനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് ഞാൻ സ്വീകരിക്കും, എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയത്. എന്തായാലും ജഗതി പാലം കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ പുതുപ്പള്ളി ഹൗസിന് മുമ്പിൽ ചാണ്ടി ഉമ്മൻ ഇരിക്കുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 300 മീറ്റർ അപ്പുറത്ത് തന്നെയാണ് നവകേരള സദസ്സ് നടക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ കണ്ടറിയാം. ചാണ്ടി ഉമ്മൻ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് കറുത്ത വസ്ത്രം ധരിച്ച് ഇവിടെ ഇരിക്കുന്നത്. വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ്. ഒരു കാരണവശാലും ചാണ്ടി ഉമ്മൻ ഇതുവരെയും കരിങ്കൊടി കയ്യിലേന്തിയിട്ടില്ല. കരിങ്കൊടി കാണിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പോലീസും ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു ആകാംക്ഷയോട് കൂടി തന്നെയാണ് ജനങ്ങൾ ഇരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരും നിമിഷങ്ങളിൽ കണ്ടറിയാൻ സാധിക്കും. ചാണ്ടി, എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് കാരണം? ഇന്നിപ്പം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPC പ്രസിഡന്റും പങ്കെടുക്കുന്ന സമരത്തിലേക്ക് ടിയർ ഗ്യാസ് ഷെല്ല് അത് അടിച്ചിരിക്കുക. എത്ര പേരെയാണ് അത് ബാധിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് ഏറ്റവും അവസാനം എൻ്റെ ഒരു സഹപ്രവർത്തനം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുകയാണ് കറുപ്പിട്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല. എന്ത് നിയമം ഇത്? എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറെ വാകത്താനത്ത് അതേ കറുപ്പിട്ടെന്ന് പറഞ്ഞ് ജയിലിലാക്കി. ഞങ്ങളുടെ സഹപ്രവർത്തകരെ ആദ്യ അവസാനം തൊട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പലതവണ ആലോചിച്ചു പ്രതിഷേധം വേണോ വേണ്ട, ഒരു MLA-യുടെ ചില പരിമിതികളുണ്ട് എന്ന് വെച്ചിരുന്നപ്പോഴാണ് ഈ തരത്തിൽ ഇന്നും കൂടെ ചെയ്തപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾക്കെതിരെ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ എൻ്റെ വീടിന് ഫ്രണ്ട് വരുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രതികരണമുണ്ട്. കേരള സദസ്സിന് തൊട്ട് സമീപത്താണ്. മാത്രമല്ല ഒരു 10-20 മീറ്റർ അപ്പുറം മാറി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇങ്ങനെ സംഘടിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളിലൊക്കെ കണ്ട പോലെ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടാകും. എനിക്ക് പ്രശ്നമല്ല. എന്നെ ആക്രമണിക്ക് ഞാൻ ജനാധിപത്യത്തിൻ്റെ പേരിൽ ഞാനത് സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം എത്തുമ്പോൾ കരിങ്കൊടി കാണിക്കാനുള്ള ഉദ്ദേശം ഞാനിവിടെ ഇരിക്കും. എൻ്റെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ഉപയോഗിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് എൻ്റെ ഇഷ്ടമല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകും വരെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഇഷ്ടമുള്ള സമയം വരെ ഇരിക്കാനുള്ള അവകാശം എനിക്ക് എൻ്റെ ഭരണഘടന, എൻ്റെ രാജ്യം തന്നിട്ടുണ്ട്.